മുഖ്യമന്ത്രി അവസാനം പറഞ്ഞു ഇവരെയൊക്കെ ചാരി ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ കള്ളക്കടത്ത് കേസിലെ ആളുകളെ, സ്വർണ്ണ കേസിലെ ആളുകളെയൊക്കെ ചാരി ചെയ്യുന്നതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ആരെ ചാരിയാണ് നിങ്ങൾ നിന്നിരുന്നത്? ആരെ ചാരിയാണ് നിന്നിരുന്നത്? നിങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തിരുന്നത്? ഇപ്പോഴും അവരെ കൊണ്ടു നടക്കുകയാണ്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല, ഇപ്പോഴും അവരെ കൊണ്ടു നടക്കുകയാണ്. അവരെ ചാരിയുന്നുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെയും ഒരു മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയ നേതാക്കളെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. അവരെ ചാരിയുന്നുകൊണ്ട്. എന്നിട്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോവുക. എന്നിട്ട് പുതിയ കാര്യം പറയുക. അയ്യോ, സ്വപ്ന സുരേഷ് അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ? ആകാശ് തില്ലങ്കേരി വിശ്വസിക്കാൻ കൊള്ളുമോ? അപ്പൊ ആരാ പറയുന്നത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? സോളാർ കേസിലെ പ്രതി പറയുക, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആ സോളാർ കേസിലെ 33 കേസ്, 33 കേസിലെ പ്രതിയെ ചാരി നിന്നവരാണ് നിങ്ങൾ. അവരെ ചാരി നിർത്തി ഈ സംസ്ഥാനം സ്നേഹിച്ച ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ നിന്നതാണ്. എന്ത് CBI അന്വേഷണം എന്നാണ് ചോദിക്കുന്നത്? 4 പ്രാവശ്യം നിങ്ങൾ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരായി ഒന്നും തെളിയാഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് അവരെ ഹറാസ് ചെയ്യാൻ നിങ്ങൾ നോക്കി. ഇപ്പോൾ കാലം വന്ന്, ഞാൻ ഇന്നാളെ സൂചിപ്പിച്ചു, കാലം വന്ന് നിങ്ങളോട് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുക, ഇത് അവസാനിക്കില്ല, ഇത് തുടരും. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വരെ നാണമായി എല്ലാ ദിവസവും വെളിപ്പെടുത്തൽ.